എന്തിന് കർമ്മം ചെയ്യണമെന്ന് ചോദിച്ചു. എങ്ങനെ കർമ്മം ചെയ്യണം? അപ്പം ഭഗവാൻ പറയുന്നു, കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യണം, കർമ്മ ഫലമിച്ഛിക്കാതെ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്തിട്ട് കൂലി ചോദിക്കരുത് എന്നാണ് അർത്ഥം. EMS അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്. അങ്ങനെയല്ല, കർമ്മഫലത്തെ ആശ്രയിക്കാതെ നീ കർമ്മം ചെയ്യണം. കാരണം കർമ്മത്തിന്റെ ഫലം നിനക്ക് നൽകിയിരിക്കും. ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചാൽ 1-ാം തീയതി ശമ്പളം അക്കൗണ്ടിൽ വരും, അത് ഉറപ്പായിട്ട് വരും. പക്ഷേ 1-ാം തീയതി വരുന്ന ശമ്പളത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പഠിപ്പിച്ചാൽ അയാളിലെ അധ്യാപകൻ മരിച്ചുപോയി. അങ്ങനെയുള്ള അധ്യാപകന്മാരുടെ എണ്ണം കൂടുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖലയും കുത്തഴിഞ്ഞു പോകുന്നത്. നമ്മളും കുത്തഴിഞ്ഞു പോയി. അധ്യാപകൻ പണ്ട് ഞങ്ങളൊക്കെ നാണുകുറുപ്പ് ഭാഷ തക്കും. നാണുകുറുപ്പ് ഭാഷ സ്കൂളിൽ നിന്ന് തല്ലി എന്നറിഞ്ഞാൽ വീട്ടിൽ നിന്ന് അച്ഛനും തല്ലും. കാരണം നാണുകുറുപ്പ് മാഷ് തല്ലണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും എന്ന് അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം. അതുകൊണ്ട് മാഷ് തല്ലിയാൽ ഞങ്ങൾ ആരും വീട്ടിൽ പറഞ്ഞിരുന്നില്ല. നമ്മൾ അണുകുടുംബമായതുകൊണ്ട് നമ്മൾ തല്ലിയാൽ നാട്ടുകാരും വീട്ടുകാരും മാഷ് ചോദ്യം ചെയ്യാൻ പോകും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? മാഷ് എല്ലാവരെയും എല്ലാ പരീക്ഷയ്ക്കും പാസ്സാക്കിട്ടേ. എന്റെ അനുജൻ അധ്യാപകനാണ്. അവൻ പറഞ്ഞു, 6 മാസമായിട്ട് സ്കൂളിൽ വരാത്ത ഒരുത്തനെ 8-ാം ക്ലാസ്സിൽ നിന്ന് 9-ാം ക്ലാസ്സിലേക്ക് പാസ്സാക്കി. അപ്പൊ അതെന്താ ഇങ്ങനെ പാസ്സാക്കാൻ കാരണം? പാസ്സാക്കിയാൽ ഒരു ചോദ്യമില്ല, പക്ഷെ അവരെ ഞാൻ തോൽപ്പിച്ചാൽ ഞാൻ 100 കൂട്ടം പ്രശ്നം നേരിടും. പാസ്സാക്കിയാൽ ഒരു ചോദ്യമില്ല. SSLC പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ എഴുതി വെച്ചു, അതിന് ഡിയാല് പോലും അവന് പാസ്സായി. കാരണം തോൽപ്പിച്ചാൽ 100 കൂട്ടം 99.9% വിജയം വേണം. കുത്തഴിഞ്ഞു കിടക്കുകയാണ് പ്രിയമുള്ളവരെ.